ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുമായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി എന്നാണ് കണ്ടെത്തൽ. ശനിദോഷം അകറ്റാൻ എന്ന പേരിൽ ചില ഭാഗങ്ങൾ പലർക്കായി വിറ്റു. ദ്വാരപാലക ശില്പം കൊടുത്തുവിട്ടതിലും ഗുരുതര വീഴ്ചയുണ്ടായി. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടേണ്ട എന്ന 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് പരിഗണിച്ച ഹൈക്കോടതി സ്വർണ്ണക്കൊള്ളയിൽ വൻ തിരിമറി സ്ഥിരീകരിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ച കോടതി സംസ്ഥാന പോലീസ് മേധാവിയെ കക്ഷി ചേർക്കുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. ഒപ്പം ഹൈക്കോടതിയിലെ നടപടികളുടെ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷും പങ്കുവയ്ക്കും. ഷഫീദ്, അങ്ങേറ്റം ഗുരുതരമായ കണ്ടെത്തലുകൾ, അതിൻ്റെ മുഴുവൻ വിവരങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഷഫീദ്, അത് ഒരു പക്ഷേ കേരളം ഞെട്ടിയ വാർത്തകളാണ്, ഞെട്ടിയ വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ നൽകിയത്. എന്താണ് വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത്? ദ്വാരപാലക ശില്പത്തിൽ വളരെ പവിത്രതയോടെ വിശ്വാസികൾ കാണുന്ന ആ ഭാഗം ഉരുക്കി വിറ്റു, കുറെ കയ്യിൽ സൂക്ഷിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ അതിൽ എത്ര വലിയ ഗൂഢാലോചനയും എത്ര വലിയ ആസൂത്രണവും എത്ര വലിയ തട്ടിപ്പും നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജിലൻസ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കാര്യം പറയുന്നത് ഷഫീദ്? വിജയകുമാർ, ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ സീരീസിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇന്നത്തെ ദിവസത്തെ കാണാൻ സാധിക്കും. കാരണം ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിലെത്തിയ ദിവസമാണ് ഇന്ന്. ആ റിപ്പോർട്ടിൽ വിശ്വാസ സമൂഹത്തെയും കേരളത്തെയും ഞെട്ടിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള പല കണ്ടെത്തലുകളും ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കമിട്ട് പറഞ്ഞാൽ അതിലൊന്നാമത്തെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കി എന്നുള്ളതാണ്. ഉരുക്കിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ദേവസ്വം വിജിലൻസ് ഉറപ്പിക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ്, അതായത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഈ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. മാത്രവുമല്ല, അതിൽ പറയുന്നൊരു കാര്യം, ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളിയാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇന്നലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയതിൽ നിന്ന് പലതരത്തിലുള്ള വൈരുദ്ധ്യം ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം, 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ദേവസ്വം ജീവനക്കാർ തിരുത്തി എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എന്നാൽ ഈ ഗൂഢസംഘത്തിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥർ, അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തിരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു വലിയ അഴിവ് നടത്താൻ, വിശ്വാസ സമൂഹത്തിന്റെ നെഞ്ചിൽ വലിയ മുറിവുണ്ടാക്കിയ ആ വലിയ കൊള്ള നടത്താൻ വഴിയൊരുക്കി എന്നുള്ളൊരു കാര്യം കൂടി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ച സന്നിധാനത്ത് നടന്നു എന്നുള്ളതാണ്. 2019 ജൂലൈ 19, 20 തീയതികളിലായി ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ളതായിരുന്നു മഹസർ രേഖ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അനന്ത സുബ്രഹ്മണ്യം, രമേശ് റാവു എന്നിവരാണ് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ മഹസറിൽ ഒപ്പിട്ടതും ഇവരാണ് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വ്യാജരേഖ ചമയ്ക്കൽ എന്ന വകുപ്പ് കൂടി, വളരെ ഗൗരവമുള്ള അങ്ങനെ ഒരു വകുപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണത്തിലേക്ക് വരുന്നു എന്നുള്ളതും ശ്രദ്ധേയം. ഇനി മറ്റൊരു കാര്യം, ഈ സ്വർണം പോയ വഴിയെക്കുറിച്ചും ഇന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് നവീകരണത്തിനായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് 7 പാളി കട്ടളകളും 21 പാളി ദ്വാരപാലകരുമാണ്. ആകെ ഉണ്ടായിരുന്ന സ്വർണം 989 ഗ്രാം. അതിൽ ദ്വാരപാലകരിൽ 394 ഗ്രാം സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു. 106 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് സർവീസ് ചാർജായി എടുത്തു. മാത്രമല്ല 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവച്ചു. ആ 476 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അതിന് വില എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ ശ്രീശാസ്താവിൻ്റെ നടയിലിരുന്ന ഏറ്റവും പവിത്രമായ ഒരു കാര്യം എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. 7 പാളി കട്ടളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയത് മറ്റൊരു സ്പോൺസറെ ഉപയോഗിച്ചാണെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തുന്നു. നമ്മൾ ഇത്രയും പറഞ്ഞത് ഈ സീരീസിലെ വളരെ ഞെട്ടിക്കുന്ന, വളരെ പ്രധാനപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളാണ്. എന്നിട്ടും തീരുന്നില്ല. ഇനി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ശബരിമലയിൽ ഒരു പുതിയ അഴിമതി സംബന്ധിച്ച വിവരങ്ങളും ഇന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1.5 കോടി രൂപയുടെ പാത്രങ്ങൾ ശബരിമലയിലേക്ക് വാങ്ങി എന്നുള്ള രേഖയുണ്ടെന്നും എന്നാൽ അങ്ങനെ ഒരു പർച്ചേസ് നടന്നിട്ടില്ല എന്ന് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. ഇതും ഒരു പക്ഷേ SITയുടെ അന്വേഷണ പരിധിയിൽ വരികയും ചെയ്യും. വിജയകുമാർ. ഷഫീദ്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ ഈ ശനിദോഷം അകറ്റാൻ എന്ന പേരിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉരുക്കിയ സ്വർണത്തിന്റെ കുറേ ഭാഗങ്ങൾ വിറ്റു, കുറേ ഭാഗം അയാളുടെ കൈവശം വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ കൈവശം വെച്ച ഈ
ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുടെ ഭാഗങ്ങൾ അയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടോ ദേവസ്വം വിജിലൻസ്, അതോ അയാളുടെ കൈവശമുണ്ട് എന്ന് സ്ഥിരീകരിക്കുക മാത്രമാണോ റിപ്പോർട്ടിൽ? അത്തരം പരാമർശം എന്തെങ്കിലും ഉണ്ടോ ആ റിപ്പോർട്ടിൽ? വിജയകുമാർ, ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമനുസരിച്ച് ദേവസ്വം വിജിലൻസ് അങ്ങനെ ഒരു ആക്ഷനിലേക്ക് കടന്നിട്ടില്ല. മാത്രവുമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഇത്തരം ഈ ഉരുക്കിയ സ്വർണ്ണപ്പാളികളിൽ കുറച്ച് ഭാഗങ്ങൾ എത്തിച്ച് മറച്ചു വിറ്റു എന്നുള്ള സുപ്രധാന കണ്ടെത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആർക്കൊക്കെയാണ് മറച്ചു വിറ്റത് എന്നുള്ള കാര്യത്തിൽ വിവരശേഖരണം ദേവസ്വം വിജിലൻസ് നടത്തി വരികയാണ്. സ്വാഭാവികമായും പൂർണ്ണ റിപ്പോർട്ട് കോടതിയിലെത്തിയ സാഹചര്യത്തിൽ ഇനി അക്കാര്യത്തിലടക്കം സംസ്ഥാന ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ആ നടപടിയിലേക്ക് കടക്കുക. ഏതായാലും SITക്ക് ഏതാണ്ട് ഒരു രൂപത്തിലേക്ക് ദേവസ്വം വിജിലൻസ് ഇക്കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇക്കാര്യം റിപ്പോർട്ടുകളിൽ ചില കാര്യങ്ങൾ പരാമർശിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി SITയെ സംബന്ധിച്ച് അവരുടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയ പരിശോധനകളിലൊക്കെ കൂടുതൽ വ്യക്തത വരും എന്ന് നമുക്ക് കരുതാം. വിജയകുമാർ. യെസ്, ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ പോറ്റിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? അയാൾ മാത്രമല്ലല്ലോ ഇതൊന്നും ചെയ്ത്, അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളും ഗൂഢാലോചനയുമാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന് കണ്ടെത്തലാണ്. അതിനാണ് SITയെ ഇപ്പോൾ കോടതി നിയോഗിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ഹൈക്കോടതി നടപടികളുടെ വിവരങ്ങൾ നൽകും. വിഷ്ണു, DGPയെ കക്ഷി ചേർത്തിട്ടുണ്ട്. കോടതിക്കാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകേണ്ടത്. രഹസ്യ അന്വേഷണമാണ് നടത്തേണ്ടത്. റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് കോടതിക്ക് നൽകണം. ചുരുക്കത്തിൽ ഏതാണ്ട് കോടതിയുടെ മോണിറ്ററിങ്ങിലുള്ള ഒരു അന്വേഷണം, ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഈ റിപ്പോർട്ട് കണ്ട കോടതിയുടെ പ്രതികരണം എന്തായിരുന്നു? വിജയകുമാർ, റിപ്പോർട്ട് പരിശോധിച്ച കോടതി വ്യക്തമാക്കിയത് ശബരിമലയിൽ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടു വലിയ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് കോടതിയുടെ ആദ്യ പ്രതികരണം വന്നത്. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ SITക്ക് നിർദ്ദേശം നൽകിയത്. SITയുടെ ചുമതലയുള്ള S ശശിധരൻ നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹത്തോട് വ്യക്തമാക്കിയത് കുറ്റമറ്റമായ ഒരു അന്വേഷണം നടത്തണം, സുതാര്യമായ അന്വേഷണം നടത്തണം. ഈ അന്വേഷണ വിവരങ്ങൾ അത്യന്തം രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നതിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി വേണമെന്ന് S ശശിധരൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ പ്രകാരമാണ് DGPയെ കക്ഷി ചേർത്തത്. 2 ആഴ്ച കൂടുമ്പോൾ ഇതിന്റെ അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കാൻ നിലവിൽ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ ഒരു പരാതി DGPക്ക് നൽകും. ആ പരാതി കൂടി ലഭിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് പോകുക. വളരെ രഹസ്യ സ്വഭാവത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2019 ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അത് സ്വർണ്ണപ്പാളിയല്ല മറിച്ച് ചെമ്പ് പാളി എന്ന് എഴുതി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കോടതി പറയുന്നു. ഒപ്പം ഈ ദ്വാരപാലക പാളിയിൽ മാത്രമല്ല ഈ വാതിലിന്റെ കട്ടിൽപ്പടിയിലടക്കം സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് SITയോട് വളരെ പ്രത്യേകമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ദ്വാരപാളിക്കൊപ്പം തന്നെ ഇതിന്റെ മറ്റ് ഈ കട്ടിൽപ്പടിയോട് ചേർന്നുള്ള ഭാഗത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദമായ അന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി 2025 അനുമതിയില്ലാതെ കൊണ്ടുപോയെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് നൽകുന്നു ഹൈക്കോടതിക്ക്. അത് 2025 സംഭവമാണ്. പിന്നീട് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടലാണ് ഇത്തരത്തിലൊരു വലിയ കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. 1999 മുതൽ 2025 വരെയുള്ള രേഖകൾ ഹൈക്കോടതി വിളിച്ചുവരുത്തി. അതിൽ 2019 അസ്വാഭാവികത ഹൈക്കോടതിക്ക് തോന്നിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ ക്രമക്കേടുകൾ ഈ ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി വളരെ ഞെട്ടലോടുകൂടിയാണ് റിപ്പോർട്ട് കണ്ടത്. അതിന്മേലാണ് വിശദമായ അന്വേഷണം നടത്താൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടലും നിരീക്ഷണങ്ങളും അവരുടെ ഉത്തരവും തന്നെയാണ്. ഈ അന്വേഷണ സംഘം കോടതിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, മറിച്ച് പോലീസ് മേധാവിക്കല്ല, കോടതിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യമായ നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതൊരു നിഷ്പക്ഷ സ്വഭാവത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകുക എന്നാണ് കോടതി ലക്ഷ്യം വെക്കുന്നത്. വിജയകുമാർ. യെസ്, വിജിലൻസ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അത് ഒന്നിനു പിറകെ ഒന്നായി ഷഫീദ് റാവുത്തർ ഇന്ന് രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അത് കോടതിയും ഞെട്ടലോടെയാണ് കണ്ടത് എന്നാണ് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ ഗൗരവത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് കോടതിയും ആ ഉത്തരവിൽ നൽകിയിരിക്കുന്നത്, SITക്ക് നൽകിയിരിക്കുന്നത്. അത് പാലിച്ചു വേണം അന്വേഷണ സംഘം മുന്നോട്ട് പോകേണ്ടത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള
സ്വർണ്ണക്കൊള്ളയിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഏതോ വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കാര്യമാണിത്. ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു തലത്തിൽ എത്തിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതിൽ ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം എന്നതിനെ പറ്റിയും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ട് ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ഹൈക്കോടതി വിധി ദേവസ്വം ബോർഡിനും സർക്കാരിനുമേറ്റ തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. കഥകിലും കട്ടിളപ്പടിയിലും വരെ തട്ടിപ്പ് നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കൊണ്ടുവന്നാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ പോയേനെ എന്നും വി ഡി സതീശൻ പറഞ്ഞു. സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല, അവിടുത്തെ കഥകിലും കട്ടിളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത്. ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല അയ്യപ്പനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശബരിമലയിൽ നടന്നതിന് വലിയ ശിക്ഷ വാങ്ങേണ്ടി വരും. ചെമ്പ് സ്വർണ്ണ രസതന്ത്രം വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല അയ്യപ്പൻ. മലയാളി കുടുംബങ്ങളുടെ വില്ലെഴുതി പതിച്ച് കിട്ടാത്ത കോൺസെപ്ച്വൽ സ്പിരിച്വൽ സ്വത്താണ് ശബരിമല. ഇതിന് വലിയ ശിക്ഷ അവരെ ഏറ്റുവാങ്ങേണ്ടി വരും. എല്ലാവരും ഉണ്ട് അതിനകത്ത്. ചെമ്പ് സ്വർണ്ണ രസതന്ത്രം വലിയ ശുദ്ധീകരണമാണ് കേരളത്തിൽ നടത്താൻ പോകുന്നത്. അതിന് തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു വിശ്വാസികളെന്നല്ല, എല്ലാ മതവിശ്വാസികൾക്കും ജാഗരൂകത. ശബരിമലയിലെ യോഗദണ്ഡം രുദ്രാക്ഷമാലയും സ്വർണം ചുറ്റിയതിലും ദുരൂഹത. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ മകനാണ് ഇതിനുള്ള ചുമതല നൽകിയത്. വഴിപാടായാണ് മകൻ ഇത് ചെയ്തു നൽകിയത് എന്നാണ് പത്മകുമാറിന്റെ പ്രതികരണം. ശ്രീകോവിൽ നടയടയ്ക്കുമ്പോൾ ഭഗവാനെ യോഗനിദ്രയിൽ അണിയിക്കുന്നതാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും. 2019 മാർച്ച് 16 ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണം ചുറ്റാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുത്തത്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് പണിക്ക് ചുമതലപ്പെടുത്തിയത്. യോഗദണ്ഡിൽ സ്വർണ്ണച്ചുറ്റും സ്വർണ്ണക്കപ്പും തീർത്തു. രുദ്രാക്ഷമാലകൾ കഴുകി വൃത്തിയാക്കി. എന്ത് നടപടിക്രമമാണ് പാലിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത്. മകന്റെ വഴിപാടാണിതെന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണ് ചെയ്തതെന്നും എ പത്മകുമാറിന്റെ മറുപടി. വഴിപാടായിട്ട് എൻ്റെ മോൻ സമർപ്പിച്ചതാണ്. അക്കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അത് യോഗദണ്ഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അവിടെ നിന്ന് രാത്രി 11 മണിക്ക് ശേഷം നടയടച്ചതിന് ശേഷം അതെടുത്ത് വെളിയിൽ വെച്ച് ചെയ്ത് പിന്നെ വിഷുവിൻ്റെ അന്ന് രാവിലെ അതവിടെ കൊടുത്തു. കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബു ഉൾപ്പെടെ മഹസറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് BJP നേതാവ് വി മുരളീധരൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടി മാത്രമേ വസ്തുതകൾ പുറത്തുവരൂ എന്നും വി മുരളീധരൻ പറഞ്ഞു. സർക്കാരിനോട് റിപ്പോർട്ട് കൊടുക്കരുത്, ദേവസ്വത്തിന് റിപ്പോർട്ട് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഭംഗ്യന്തരേണ പറഞ്ഞിരിക്കുക. ഞങ്ങളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരുള്ളൂ, പൂർണ്ണമായിട്ടുള്ള വിവരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉപജാപക സംഘമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നാണെന്നും കുമ്മനം രാജശേഖരൻ 24നോട് പ്രതികരിച്ചു.
ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടവരാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എന്താ പറഞ്ഞത്? ഒന്ന് ലോക പ്രശസ്തി കിട്ടാൻ, ശബരിമലയ്ക്ക് ലോക പ്രശസ്തി കിട്ടാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. ഇന്ന് വാസ്തവത്തിൽ സൽകീർത്തിയാണോ അയ്യപ്പ ക്ഷേത്രത്തിന് ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്? അല്ലല്ലോ, ചീത്തപ്പേരല്ലേ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്. അതിന് 8 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കള്ളന്മാരും കൊള്ളക്കാരും ചതിയന്മാരും കബളിപ്പിക്കൽ നടത്തുന്നവരും അങ്ങനെ ക്ഷേത്രവിരുദ്ധരുടെ ആവാസ കേന്ദ്രമായി ശബരിമലയെ മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും ഒന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ്. ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണ് എന്ന വാദം നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ വളരെ ക്രൂഷ്യലായ, അങ്ങേറ്റം നിർണായകമായ ഒരു പരാമർശവും ഉത്തരവുമാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഏത് കേസിലാണ്, ഏത് ഹർജിയിലാണ് ഈ വിധി വന്നിരിക്കുന്നത്? ഇത് നിലവിലുള്ള ഭൂതർക്കത്തിലെ അന്തിമ ഉത്തരവായി കണക്കാക്കാൻ കഴിയുന്നതാണോ? വിജയകുമാർ, നേരത്തെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. എന്നാൽ അന്വേഷണ കമ്മീഷന്റെ പ്രവർത്തനം റദ്ദു ചെയ്തുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഉത്തരവിറക്കി. അത് ചോദ്യം ചെയ്ത് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണവും ഉത്തരവും വന്നിരിക്കുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിനോട് ചേർത്ത് വെച്ച് പറയുന്നത്. 1950 ആധാരപ്രകാരം ഇത് ഫറൂഖ് കോളേജിനുള്ള ദാനമാണെന്നും ഭൂമി തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥ വന്നതോടെ ഭൂമി വഖഫ് അല്ലാതായെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. പക്ഷേ ഇത് ഗണ്ണിക്കുന്നതാണ് ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇത് മുനമ്പം നിവാസികളെ സംബന്ധിച്ച വലിയ ആശ്വാസം നൽകുന്നതാണ്. ഏകദേശം 1 വർഷത്തോളം പിന്നിടുകയാണ് മുനമ്പത്തെ ഭൂസമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നേരത്തെ വഖഫ് ഭേദഗതി വന്ന ഘട്ടത്തിൽ അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. വഖഫ് ഭേദഗതി വന്ന ഘട്ടത്തിൽ അവർക്ക് ഈ ഭൂമി അവരുടേതാണെന്ന് സ്ഥിരീകരിക്കാനാകും. പക്ഷേ അതെല്ലാം നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്, അതായത് ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, അതൊരു ഗിഫ്റ്റ് ഡീഡായിട്ട് ഫറൂഖ് കോളേജിന് നൽകിയതാണ്. അത് വഖഫ് ഭൂമി എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. 69 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു പരാതിയുമായി വഖഫ് എത്തുന്നതിൽ തന്നെ എന്താണ് അതിന്റെ പശ്ചാത്തലം? ഇത്രയും നാൾ ഉറങ്ങുകയായിരുന്നു എന്നൊരു ചോദ്യമാണ് കോടതിയുടെ പരാമർശവുമായി വന്നിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ, പ്രധാനപ്പെട്ട, സുപ്രധാനമായ നിരീക്ഷണമാണ് മുനമ്പം ഭൂവിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നടന്നിരിക്കുന്നത്. ഇത് നിലവിൽ മുനമ്പം ട്രിബ്യൂണലിന് മുൻപിൽ ഈ ഹർജിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പരിഹാരങ്ങളും കേസും ഒക്കെ നടക്കുകയാണ്. അതിനിടയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിഷ്ണു, ഒരു നിമിഷം. ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ CN രാമചന്ദ്രൻ നായർ സാർ, ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോടതി പരാമർശമുണ്ടല്ലോ, അതായത് ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണ്, ആ വാദം നിലനിൽക്കുമെന്ന് ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഇതോടെ വഖഫ് ബോർഡിന്റെ ആ മേഖലയിൽ, ആ ഭൂമിയിലെ ക്ലെയിം ഇല്ലാതായിരിക്കുകയല്ലേ ഈ പരാമർശത്തോടെ, അല്ലെങ്കിൽ ഈ കോടതി നിരീക്ഷണത്തോടെ? കോടതിയില് ഡിവിഷൻ ബെഞ്ചിലുണ്ടായിരുന്ന അപ്പീല് കേരള ഗവൺമെന്റ് മുനമ്പം കമ്മീഷൻ നിയമിച്ചതിനെതിരായിട്ട് സിംഗിൾ ജഡ്ജിയുടെ വിധിക്കുള്ള അപ്പീലിനെതിരായിട്ടുള്ള അപ്പീലായിരുന്നു. വഖഫ് ആണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം സിംഗിൾ ജഡ്ജി ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഡിവിഷൻ ബെഞ്ച് കമ്മീഷൻ നിയമനത്തിനെ ശരിവെച്ചു. കമ്മീഷൻ നിയമനത്തിനെ തൽക്കാലികമായിട്ട് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ തന്ന് അന്ന് കമ്മീഷന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് കമ്മീഷൻ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്ത് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കി മെയ് മാസം അവസാനത്തോടെ ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ സിംഗിൾ ജഡ്ജിയുടെ വിധിക്ക് കുറച്ചുകൂടെ വിപുലമായിട്ട് ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് വഖഫിനെ കുറിച്ച് തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിധി അങ്ങനെയാണെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല മുഴുവൻ. പക്ഷേ അങ്ങനെ ഒരു ഡിവിഷൻ ബെഞ്ച് വിപുലമാക്കി കുറച്ചുകൂടെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, മെറിറ്റിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധ്യതയെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഈ കമ്മീഷന്റെ ഏതാണ്ടൊരു നിഗമനവും ഇതേ പാതയിൽ തന്നെ ആയിരുന്നു എന്നാണ് അങ്ങനെ ആയിരുന്നില്ലേ? ആ കമ്മീഷന്റെ നിഗമനവും ഏതാണ്ട് ഇതേ വഴിക്ക് തന്നെ ആയിരുന്നില്ലേ? അല്ല, കമ്മീഷന്റെ നിഗമനം, കമ്മീഷന് വഖഫ് വസ്തുവാണോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ട കമ്മീഷൻ അധികാരപരിധി പെടുന്നതല്ലെന്നാണ് കമ്മീഷൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ എങ്കിലും ആത്യന്തികമായി സാർ അവിടുത്തെ ആളുകൾ, അവിടുത്തെ ജനങ്ങൾക്ക് അല്ല, ഇപ്പൊ കോടതിയുടെ തീരുമാനമുള്ള ഫൈനൽ തീരുമാനം പോലെയാണ് കണ്ടത്. അതെ അതെ, അല്ല അത് കോടതി ഇനിയിപ്പോഴും സാർ സൂചിപ്പിച്ചതുപോലെ അതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യാൽ ഒരു അപ്പീൽ കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കാത്ത കാര്യങ്ങൾ അല്ലെ പറയാത്ത കാര്യങ്ങൾ തീരുമാനിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അറിയില്ല ഏത് രീതിയിൽ വരും അതിനെതിരായിട്ടുള്ള വിധികൾ. അത് ഇനിയിപ്പോൾ അതിന്റെ മേൽക്കോടതിയിലേക്ക് പോകുമോ പോകില്ലയോ എന്നുള്ള ഒരു വേറൊരു വിഷയം. പക്ഷേ ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ സർക്കാർ കൊടുത്ത അപ്പീലിൽ സിംഗിൾ ബെഞ്ച് പരിഗണിക്കാത്തതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ പരിഗണിച്ച് അതിന്റെ മെറിറ്റിൽ ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവ് എന്തായാലും ആ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതാണ്. ആത്യന്തികമായി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായ വിധിയാണ്. അതെ അതെ, പക്ഷെ അതിന്റെ സാധുതയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കരുതിയാൽ ഡിവിഷൻ ബെഞ്ച് പുതിയ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയാണ് റിറ്റ് ജുറിസ്ഡിക്ഷനാണ്. വിപുലമായ അധികാരങ്ങൾ ഹൈക്കോടതിക്കുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിൽ അതിനെ സുപ്രീം കോടതി ന്യായീകരിക്കാൻ ഒക്കുമായിരിക്കും എനിക്കറിയില്ല. ഏതായാലും ഇത് ഒരു അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ആത്യന്തികമായി അവർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. അതാണ് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ കഴിയുക. അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ റിലീഫാണ് ഇത്. അന്തിമമായിട്ട് തീരുമാനമാണ് അവർക്ക് അനുകൂലമായിട്ടുള്ളത്. ഈ ജഡ്ജ്മെന്റ് ശരിയായ പിന്നെ അവർക്ക് യാതൊരു സഹായവും ആരുടെയും ആവശ്യമില്ല. ശരി, വളരെ നന്ദി ശ്രീ ജസ്റ്റിസ് CN രാമചന്ദ്രൻ സാർ പ്രതികരിച്ചത്. എന്തായാലും ഭൂമി ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണെന്ന വാദം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്തിമ വിധിക്ക് സമാനമാണ് ഈ പരാമർശം എന്നതിൽ തർക്കമില്ല എന്നാണ് പൊതുവെ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മേൽക്കോടതിയിൽ ഇനിയും പോകുമോ ഇല്ലയോ എന്നത് ഈ ഘട്ടത്തിൽ നമുക്കറിയില്ല. ഇപ്പോഴിതാ ദേവസ്വം മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണുന്നു. അപ്പോൾ VN വാസവൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുകയാണ്. ഈ ഹൈക്കോടതി ഉത്തരവ്, ദേവസ്വം വിജിലൻസിലെ പരാമർശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്താണ് ദേവസ്വം വകുപ്പിന് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. മന്ത്രി VN വാസവൻ മാധ്യമങ്ങളെ കാണും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇന്നത്തെ ഉൾപ്പെടെ ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു, കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും ആ റിപ്പോർട്ടിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഡീറ്റെയിലായി വിജിലൻസോട് അന്വേഷിച്ച് സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതുപോലെ തന്നെ DGPക്ക് ഇത് സംബന്ധിച്ച് ബോർഡിൻ്റെ പരാതി എഴുതി കൊടുക്കും. അതേ തുടർന്ന് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. SIT അന്വേഷണം ആരംഭിക്കും. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം 2019 മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി ഫലകശില്പം കൊണ്ടുപോയത്. രണ്ടാമത് 2019 ജൂലൈ മാസത്തിലുമാണ്. ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ 17 വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ 28 വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി. അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവന്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി. വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടേക്ക് എത്തിക്കുകയും പോറ്റിയത് വെഞ്ഞാറമൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത്.
കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച കോപ്പി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേര് സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷമുണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള അവിടെ നടന്നത് വെളിയിൽ കൊണ്ടുവരിക എന്നത് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിൻ്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു തരി പൊന്ന് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദിശയിൽ കൊണ്ടുവരാനും നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുന്നു. അല്ല, ഇപ്പം ഇതുവരെ ഒരു ബോർഡിനെ കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക. 2019 ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിൻ്റെ കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ അവർ ചെയ്തത് സുതാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട് 2025. അതിനെക്കുറിച്ച് തർക്കമില്ല. 2019 വിഷയത്തിലാണ് കൊണ്ടുപോയത് സംബന്ധിച്ച തർക്കമുണ്ടായിരുന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞതും അതിനും ബോർഡിനെക്കുറിച്ചൊരു പരാമർശം ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയായിട്ടാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള സുതാര്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടി നീതിപൂർവമായ തീരുമാനമെടുത്തൊരു ഉത്തരവിട്ടതിനെ അന്വേഷണം SITയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ അതിനെതിരെ സമരം ചെയ്ത പ്രതിപക്ഷ യഥാർത്ഥത്തിൽ മാപ്പ് പറയാണ് വേണ്ടത്. ഒരു കോടതിയെ തന്നെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരുന്നു. അത് വരാൻ പാടില്ലല്ലോ. കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിച്ച് SITയെ നിശ്ചയിച്ചതിന് ശേഷം ആ അന്വേഷണം വരുന്നവരെ കാത്തിരിക്കണ്ടേ? അത് കാത്തിരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കോടതിയെ വിശ്വാസമില്ലെന്നല്ലേ. ഇപ്പോൾ കോടതി കൃത്യമായി കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ പൊതുവിൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെളിയിൽ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ട രൂപത്തിലും ഒപ്പം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രതികളെ കൊണ്ടുവരാൻ തക്ക രൂപത്തിലും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് സ്വാഗതം ചെയ്യില്ലേ നമ്മൾ. നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ ആ നിലപാടുകൾ സർക്കാരിൻ്റെ നിലപാടുകൾ ഒരേപോലെയാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വെളിയിൽ വരണം. 2019 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങളിൽ ആരൊക്കെ ഉത്തരവാദിയാണോ, ഇനി അതല്ല അതിനു മുമ്പ് 97 സമർപ്പിച്ചവിടെ മുതൽ ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായി അന്വേഷിച്ച് SIT വെളിയിൽ കൊണ്ടുവരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുൻ CPMന്റെ മുതിർന്ന നേതാക്കളുടെ പങ്കുവരെ പുറത്തു വരികയാണ്. പത്മകുമാറിന്റെ മകനാണ് രുദ്രാക്ഷമാലയും യോഗദണ്ഡും അറ്റകുറ്റപ്പണിക്ക് ചട്ടവിരുദ്ധമായി അവിടെ നിന്ന് കൈപ്പറ്റിയതും അത് പണിപുറത്ത്. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് വന്നില്ല. വരുമ്പോൾ എന്താണെന്ന് പരിശോധിക്കുക. അത് ആരുടെ ഇതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, X or Y. അതിലാര് കുറ്റക്കാരായിരുന്നാലും 2019 കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള കുറ്റവാളികളായാലും ഒരാളും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഗവൺമെന്റ് നിലപാട്. നിങ്ങൾക്ക് അക്കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയില്ലായ്മ ആ ചോദ്യത്തിൽ. ഏഷ്യാനെറ്റിലെ ഒരു വെളിപ്പെടുത്തൽ ഞങ്ങളോട് തന്നെ നേരിട്ട് പറയാം. വെളിപ്പെടുത്തലാണല്ലോ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആദ്യം. ആ വെളിപ്പെടുത്തൽ വരുന്നതാട്ടെ 3 ദിവസം അയ്യപ്പ സംഘവും നടക്കാൻ സമയം ബാക്കി നിൽക്കുകയാണ് വെളിപ്പെടുത്തൽ വരുന്നത്. അതെങ്ങനെയാണ് വെളിപ്പെടുത്തൽ വന്നെന്നുള്ളത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുശേഷം പിന്നീടത് അന്വേഷിച്ച് വരുമ്പോൾ ആ വെളിപ്പെടുത്തിയ ആളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സാധനം കണ്ടെടുക്കുന്നു. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ബോധ്യപ്പെടുകയാണ്. അപ്പം അല്ല, ഈ അന്വേഷണത്തിന് സർക്കാരല്ല ഉത്തരവിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചുമതലയിലും നിർദ്ദേശത്തിലുമാണ് 2023 മുതൽ ശബരിമലയിലെ സ്വർണം മറ്റുരുപ്പടികൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതിയോടുകൂടി പോകേണ്ടത്. അതിലാദ്യം കയറി കോടതി ഒരു തീരുമാനം എടുത്ത് സൊമോട്ടോ കേസെടുത്ത് കാര്യങ്ങളുമായി നീങ്ങുമ്പോൾ അതിന് സമാന്തരമായി ഗവൺമെൻറ് മറ്റൊരു അന്വേഷണമായി പോകുമ്പോൾ കോടതിയെ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് വരും. ഞങ്ങൾക്ക് കോടതിയെ പൂർണ്ണമായി വിശ്വാസമാണ്. കോടതിയുടെ ഭാഗത്തൊരു പിഴവും വരില്ല, ഒരു പിഴവുമില്ല. ഈ കാര്യത്തിൽ പൂർണ്ണമായി എടുത്ത നിലപാടുകളെല്ലാം ശരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ
ബഹുമാനപ്പെട്ട കോടതി എടുത്ത ആ നിലപാട് എന്താണോ കോടതി പറയുന്നത് അതിനെ ആസ്പദമാക്കി തുടർ നടപടിയിലേക്ക് പോകാനാണ് ഞങ്ങൾ ദേവസ്വം ബോർഡ് നിർദ്ദേശം കൊടുത്തു. സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ്. ഗവൺമെന്റ് അഭിപ്രായം ഇതൊരു SIT എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. 24 ബിഗ് ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. കാരണം ചൂണ്ടിക്കാട്ടാതെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി. അനുമതി നിഷേധിച്ചുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. ഈ മാസം 16-ന് ബഹ്റൈനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു തീരുമാനം. ഈ മാസം 16-ന് ബഹ്റൈനിൽ നിന്ന് ഗൾഫ് പര്യടനം തുടങ്ങാനാണ് മുഖ്യമന്ത്രി പദ്ധതിയിട്ടിരുന്നത്. സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിലും സന്ദർശനം നടത്തി നവംബർ 9-ന് പര്യടനം സമാപിക്കുന്ന തരത്തിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നിലയിലുള്ള ഔദ്യോഗിക യാത്രകൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. യാത്രാനുമതി തേടിയുള്ള അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് അനുമതി നിഷേധിച്ച വിവരം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അനുമതി നിഷേധിച്ച വിവരം സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണം പറയാതെയാണ് യാത്രാനുമതി നിരാകരിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നാണ് അനുമാനം. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ നടത്തുന്ന ഗൾഫ് പര്യടനം രാഷ്ട്രീയ പര്യടനത്തിലാണോ എന്ന സംശയമാകാം കാരണമെന്നും പറയപ്പെടുന്നു. യാത്രാനുമതി നിഷേധിച്ച വിവരം ഇപ്പോൾ ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും. അനുമതി ലഭിക്കാനുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നുണ്ട്. ഗൾഫിലെ മലയാളി സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് മന്ത്രി സജി ചെറിയാനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് പര്യടനം നടത്തുന്നത്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചെന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു. എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയിലേ വെക്കേണ്ടത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം. കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. അങ്ങനെയൊരു നിലപാടെടുക്കുന്നെങ്കിൽ അവരല്ലേ വ്യക്തമാക്കുന്നത്. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ സിനിമാ നടന്മാരുടെ വീടുകളിലെ ED റെയ്ഡിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശബരിമല സ്വർണ്ണമോഷണം മുക്കാനാണ് ED റെയ്ഡ് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിനിടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ അധിക്ഷേപ പരാമർശത്തിനെതിരെ പാലക്കാട് DCC നടത്തിയ പ്രതിഷേധ മാർച്ചിലും വിവാദ പരാമർശങ്ങളുണ്ടായി. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനക്കടത്തിൽ നടന്മാരുടെ വീടുകളിലെ റെയ്ഡിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയാണ് കേന്ദ്രമന്ത്രി തന്നെ രംഗത്തെത്തിയത്. പരാമർശം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ടങ്ങ് ആളിപ്പടരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരാണ് യുവാക്കളെയൊക്കെ കൊണ്ടുചെന്ന് അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ കുടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ നല്ലതല്ല, ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. കലുങ്ക് സംവാദ ചർച്ചയിൽ സുരേഷ് ഗോപി നടത്തിയ നപുംസക പരാമർശവും വിവാദമായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ DCC അധ്യക്ഷനും അധിക്ഷേപ പ്രസംഗം നടത്തി. പാലക്കാടുകാരെ മാത്രം ആണും പെണ്ണും കെട്ടവൻ പറഞ്ഞ സുരേഷ് ഗോപിയാണ് ആണും പെണ്ണും കെട്ടവൻ. ഞങ്ങളല്ല, പാലക്കാടുകാരല്ല ആണും പെണ്ണും കെട്ടവൻ. കോൺഗ്രസ് പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. 24 പാലക്കാട്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടന്മാരുടെ വീട്ടിലെ ED റെയ്ഡ് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഇടപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സത്യം തിരിച്ചറിഞ്ഞ് തുറന്നു പറയുകയാണ് എന്നും പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തുമ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറങ്ങുന്നത്. ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറക്കിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ED ഇറങ്ങിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നടന്മാരുടെ വീട്ടിൽ, സിനിമാ താരങ്ങളുടെ വീട്ടിൽ ED കയറുന്നതെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പ്രതിസന്ധികൾ തുടരുന്നു എന്ന് തൃശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. സുരക്ഷിതമായി സഞ്ചരിക്കാനായില്ലെങ്കിൽ എന്തിനാണ് ജനങ്ങൾ പണം നൽകുന്നത് എന്ന് കോടതി ചോദിച്ചു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റി. ടോൾ നിരക്ക് 50% കുറയ്ക്കണമെന്നും ഇക്കാര്യം കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നും ഹർജിക്കാരനായ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായം, എയിംസ് തുടങ്ങിയ കേരളത്തിന്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് 2021 കോടി രൂപ ധനസഹായം ആവശ്യപ്പെട്ടു. സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം, അതിന് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 2221 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. ഇപ്പം ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി. ഇത് വായ്പയായി കണക്കാക്കരുത്, ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഗ്രാന്റായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. GSTPയുടെ 0.5% അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ത്വരിതപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് കിനാലൂരിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം, ഇത് നേരത്തെ എയിംസിന് വേണ്ടി 4 സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് പറഞ്ഞു, നിങ്ങൾ 4 എണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല, ഒരു സ്ഥലം പറയണം. അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. അപ്പോൾ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഡിവൈഎഫ്ഐ നേതാക്കളെ തള്ളി CPM ജില്ലാ നേതൃത്വം. അക്രമം അതിരുവിട്ടെന്നും വിനേഷിനൊപ്പമാണ് പാർട്ടിയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ പറഞ്ഞു. ആക്രമണം ആസൂത്രിതമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡിവൈഎഫ്ഐ മുൻ നേതാവ് വാണിയംകുളം പനയൂർ സ്വദേശി വിനേഷിനെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് കമന്റിട്ടതിനായിരുന്നു മർദ്ദനം. ഡിവൈഎഫ്ഐ നേതാക്കളുടെ അക്രമം കടന്നുപോയെന്നും ചികിത്സയിലുള്ള വിനേഷിനൊപ്പമാണ് പാർട്ടിയെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ പറഞ്ഞു. CPM ഡിവൈഎഫ്ഐക്കോ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അക്രമമല്ലാണ് നടന്നത്. പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിക്കില്ല. ഞങ്ങൾ പൂർണ്ണമായും ആക്രമണത്തിന് വിധേയനായ വിനേഷിനൊപ്പമായിരുന്നു, ആ കുടുംബത്തോടൊപ്പമായിരുന്നു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല മർദ്ദിച്ചതെന്നും ഫേസ്ബുക്കിൽ നിരന്തരം പ്രകോപിപ്പിച്ചതിന് വിനേഷിനെ ഭീഷണിപ്പെടുത്താൻ മാത്രമാണ് ഉദ്ദേശമുണ്ടായിരുന്നത് എന്ന പ്രതികൾ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ്, കൂനത്തറ മേഖല ഭാരവാഹികളായ സുർജിത്ത്, കിരൺ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിനേഷ് വാണിയംകുളത്തെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബ്രെയിനിൽ വലിയ ബ്ലീഡിംഗ് ആണ്, രക്തസ്രാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബ്രെയിൻ നല്ല കംപ്രസ്ഡ് ആയിരുന്നു. പേഷ്യൻ്റ് അത് കാരണം അൺകോൺഷ്യസ് ആയിരുന്നു. CT സ്കാൻ ചെയ്തതിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ക്രേനിയോട്ടമി ചെയ്തു. പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഹീസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. പ്രതികളെ ഇന്ന് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കും. ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുവെന്ന് പോലീസ് സംശയിക്കുന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. 24 പാലക്കാട്. ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യയ്ക്ക് നിർണായക ശസ്ത്രക്രിയ നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സർജറി പുരോഗമിക്കുന്നത്. മൈനർ സർജറിയിലൂടെ ഗൈഡ് വയർ പുറത്തെടുക്കാനാണ് നീക്കം. 24 ഈ വാർത്ത നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു. സുമയ്യയുടെ ദുരവസ്ഥയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, അത് പുറത്തെടുക്കാനുള്ള നീക്കം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കാരണം അങ്ങനെ എടുക്കുന്നത് അപകടമുണ്ടാക്കുമെന്നൊക്കെ നേരത്തെ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണല്ലോ. അപ്പോൾ ഒരു മൈനർ സർജറിയിലൂടെ പരിഹാരം കണ്ടെത്താനാണോ ഇപ്പോൾ ശ്രമിക്കുന്നത്? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. 2023 മാർച്ചിലാണ് സുമയ്യയ്ക്ക് ഇത്തരത്തിലൊരു തൈറോയ്ഡ് ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങുന്നത്. അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായി അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ശ്വാസതടസ്സം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സുമയ്യ അനുഭവിക്കുകയാണ്. അതിനുശേഷം 24 ആണ് ഈ വാർത്ത, അതായത് ഗുരുതരമായിട്ടുള്ള ശസ്ത്രക്രിയാ പിഴവിന്റെ, ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിന്റെ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2ാം ഘട്ട പരിശോധനയിൽ ഗൈഡ് വയർ പുറത്തെടുക്കാമെന്നുള്ളൊരു തീരുമാനം വിദഗ്ധ സമിതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.
അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് തന്നെ ഈ ശസ്ത്രക്രിയ നടക്കും എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് അറിയുന്ന വിവരങ്ങൾ. അത് മെഡിക്കൽ കോളേജ് വൃത്തങ്ങളടക്കം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും ആദ്യഘട്ട പരിശോധനയിൽ ഈ വിദഗ്ധ സമിതിയുടെ അടക്കം ആദ്യഘട്ട പരിശോധനയിൽ ഗൈഡ് വെയർ പുറത്തെടുക്കുന്നത് റിസ്ക് എന്നായിരുന്നു വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സമിതിയാണ്. അവർ കണ്ടെത്തിയത് ഈ ഗൈഡ് വെയർ നെഞ്ചിൽ നിന്ന് എടുക്കുന്നത്, അത് ഒരു ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും സുമയ്ക്ക് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് രണ്ടാം ഘട്ടവും ഒരു പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലാണ് ഈ ഗൈഡ് വെയറിന് ഒരു അനക്കമുണ്ട്, ആ അനക്കമുണ്ടെങ്കിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി ഈ ഗൈഡ് വെയർ പുറത്തെടുക്കാൻ, അത് ഒരു മൈനർ സർജറിയിലൂടെ പുറത്തെടുക്കാമെന്നുള്ളൊരു കാര്യം ഡോക്ടർമാർ ഇപ്പോൾ സുമയുടെ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ശസ്ത്രക്രിയ നടത്തുമെന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ അറിയുന്നത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുമയെ രണ്ടാം ഘട്ട പരിശോധനയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുന്നത്. അതിനുശേഷം പരിശോധന നടത്തുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ വിദഗ്ധ സംഘത്തിന്റെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെയും ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ റിസ്കിനെ പറ്റി സുമയെ പറഞ്ഞു ബോധവാനാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതെടുത്താൽ ഒരു പ്രശ്നം പിന്നീട് സുമയ്ക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കുക എന്നായിരുന്നു. പിന്നീട് രണ്ടാം ഘട്ട പരിശോധനയിലാണ് ഇതെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ വരുന്നത് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ ഗൈഡ് വെയറിന് പരിശോധനയിൽ ഒരു അനക്കമുണ്ട്. ആ അനക്കമുണ്ടെങ്കിൽ ഇത് സർജറിയിലൂടെ പുറത്തെടുക്കാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വരുന്നു. അങ്ങനെ നിർണായകമായി, കാരണം ഈ ഗൈഡ് വെയർ നെഞ്ചിൽ നിന്ന് പുറത്തെടുക്കാമെന്നൊരു തീരുമാനം അത് സുമയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ നിർണായകമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ സുമയ അനുഭവിക്കുന്നു. അത് പുറത്തെടുക്കണമെന്ന് തന്നെയായിരുന്നു സുമയുടെയും ആവശ്യം. കാരണം അത് ഈ ശസ്ത്രക്രിയ ഉപകരണം അത് നെഞ്ചിൽ കിടക്കുന്നത് മൂലം വലിയ പ്രശ്നം 2 വർഷമായി അനുഭവിക്കുന്നുണ്ട്. ശരി മേഘന, എന്തായാലും ആ സർജറി ഒരു മൈനർ സർജറിയാണ്, അത് ഇന്ന് തന്നെ നടക്കും എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്ത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച് ഇന്ത്യ. കാബൂളിൽ വീണ്ടും നയതന്ത്ര കാര്യാലയം തുറക്കും. ഇന്ത്യ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിലാണ് നിർണായക തീരുമാനമുണ്ടായത്. ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളെ ചെറുക്കുമെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ മുത്തഖി പറഞ്ഞു. We would like to contribute to the reconstruction of residences in the affected areas. To enhance that, I am pleased to announce today the upgrading of India's technical mission in Kabul to the status of Embassy of India. അതേസമയം കാബൂളിൽ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. സമാധാന നൊബേലിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടെ ലോകത്തിന്റെ കണ്ണുകൾ ഇന്ന് ഓസ്ട്രേലിയയിലേക്ക്. ഈ വർഷത്തെ സമാധാന നൊബേൽ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. 338 നോമിനികളാണ് നൊബേൽ കമ്മിറ്റിക്ക് മുന്നിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുരസ്കാരത്തിനായി പരസ്യമായി അവകാശവാദം ഉന്നയിച്ചതാണ് ഇത്തവണത്തെ നൊബേൽ സമാധാന പുരസ്കാരം ഇത്രയേറെ ചർച്ചയാകാൻ കാരണമായത്. 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ താൻ മുൻകൈയെടുത്തുവെന്നും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്കർഹതപ്പെട്ടതാണെന്നും ട്രംപ് പലവട്ടം പ്രസ്താവന നടത്തി. നൊബേൽ ലഭിക്കാതിരുന്നാൽ രാജ്യത്തിനത് വലിയ അപമാനമാകും എന്നാണ് പ്രതികരണം. ഏറ്റവും ഒടുവിൽ ഹമാസ് ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും നൊബേൽ സമ്മാനത്തിനുള്ള അർഹതയായി ഡൊണാൾഡ് ട്രംപ് ഉയർത്തിക്കാട്ടി. തനിക്കുവേണ്ടി നൊബേൽ സമ്മാനത്തിന് ലോബിയിങ് നടത്താൻ നോർവേയിലെ ധനമന്ത്രിയായ മുൻ നെയ്റ്റോ മേധാവി ജെൻസ് സ്റ്റോൾട്ടൻബർഗിനെ ട്രംപ് വിളിക്കുക പോലും ചെയ്തിരുന്നു. സമാധാനത്തിനുള്ള നൊബേലിനായി 338 നോമിനികളെയാണ് നൊബേൽ കമ്മിറ്റിക്ക് ലഭിച്ചത്. അതിൽ 244 വ്യക്തികളും 94 എണ്ണം സംഘടനകളുമാണ്. ഇന്നുച്ചയ്ക്ക് 2:30 മണിയോടെയാണ് നൊബേൽ പുരസ്കാര പ്രഖ്യാപനം. നോർവേയുടെ പാർലമെന്റ് അംഗങ്ങൾ തെരഞ്ഞെടുത്ത 5 അംഗങ്ങളാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര സമിതിയിൽ ഉള്ളത്. ഈ വർഷം ജാനുവരി 31-നായിരുന്നു നാമനിർദ്ദേശത്തിനുള്ള അവസാന തീയതി. ലോകരാജ്യങ്ങളുടെ സർക്കാരുകളിൽ നിന്നും ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ നിന്നോ ചരിത്രം, സാമൂഹ്യശാസ്ത്രം, നിയമം, ഫിലോസഫി, തിയോളജി തുടങ്ങിയ വിഷയങ്ങളിലെ സർവകലാശാല പ്രൊഫസർമാർ അടക്കമുള്ളവരിൽ നിന്നുമാണ് നാമനിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുള്ളത്. നോമിനികളുടെ പേര് നാമനിർദ്ദേശം ചെയ്തവർ പ്രഖ്യാപനം വരെ രഹസ്യമായി വയ്ക്കണമെന്നാണ് നിയമം. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപെടൽ സംശയകരമാണെന്ന് അമാൽഗമേഷൻ വിദഗ്ധൻ സെന്തിൽ നാഥൻ 24നോട്. സ്മാർട്ട് ക്രിയേഷൻസിന് 320 ഗ്രാം പണിക്കൂലി വന്നത് എങ്ങനെ എന്ന് മനസ്സിലാകുന്നില്ല. സ്വർണത്തിന്റെ കണക്കുകൾ അവിശ്വസനീയമാണെന്നും സെന്തിൽ നാഥൻ പറഞ്ഞു. ഏകദേശം ആദ്യം ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി ഈ എത്രയും പെട്ടെന്ന് അവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിലേക്കായിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തെന്ന് പറയുന്നത് തന്നെ നമ്മളൊരു സ്വാഗതാർഹമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സത്യമാണത്. ഇതിലേക്ക് അന്വേഷണത്തിലേക്കായിട്ട് എന്തെങ്കിലും എന്നെക്കൊണ്ട് അതിലേക്കൊരു വെളിച്ചം വീശാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സഹകരിക്കാൻ തയ്യാറാണ്. 12 തൊട്ട് 14 ലക്ഷം രൂപയുടെ കൂലി വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. 12 തൊട്ട് 14 ലക്ഷം രൂപ കൂലി കൊടുക്കണോ
കൊടുക്കേണ്ടി വരുമോ, ഇതെല്ലാം അടുത്ത ക്വസ്റ്റ്യൻസാണ്. പക്ഷേ അതൊരു നുണയാണെന്നുള്ളത് ഈ വർക്കിനായിട്ട് ബന്ധപ്പെട്ടവർക്ക് 100% പറയാൻ പറ്റും. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ മികച്ച ഒന്നാം ഇന്നിംഗ്സ് സ്കോറിലേക്ക് നീങ്ങുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 200 റൺസ് പിന്നിട്ടു. യശസ്വി ജയ്സ്വാളിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഹൈലൈറ്റ്. ജയ്സ്വാളിന്റെ 7ാം ടെസ്റ്റ് സെഞ്ചുറിയാണിത്. അർദ്ധ സെഞ്ചുറിയോടെ സായി സുദർശനാണ് ജയ്സ്വാളിനൊപ്പം ക്രീസിലുള്ളത്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.